അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രഗത്ഭനായ പണ്ഡിതൻ, എൻ്റെ പ്രിയ സുഹൃത്ത്, നാം ഒന്നിച്ച് പഠിച്ചതാണ്. ഷിഹാബുദ്ദീൻ ദാരിമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഷിഹാബിൻ്റെ നടത്തം, ഇരുത്തം, പെരുമാറ്റവും അതുപോലെ സംസാര രീതി ഒരാളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുപോട്ട് ഒരു നോട്ടം പോലും ഷിഹാബുദ്ദീൻ ഭാഗത്തുണ്ടായിരുന്നില്ല. ഷിഹാബുദ്ദീൻ ജീവിതം എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, കുറച്ച് മാസങ്ങളായി വർഷത്തോളം അടുക്കുന്നേ ഉള്ളൂ. ചെറിയ പിഞ്ചു കുഞ്ഞുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ ഭാര്യയുടെയും ആ കുഞ്ഞിൻ്റെ അവസ്ഥ, ദുഃഖം ഒന്നും കാണാൻ വയ്യ. ഷിഹാബുദ്ദീൻ ഏത് വിഷയത്തിനും ദീർഘമായി ചിന്തിക്കുകയും പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിക്കുകയാണ് കഷ്ടപ്പെട്ട്. ആ സമയത്ത് പോലും ഷിഹാബുദ്ദീൻ ഒരു മൂലക്കിരുന്ന് എന്തോ കാര്യങ്ങൾ ചിന്തിച്ചാലോചിച്ചു കൊണ്ടിരിക്കും. പഠിക്കാൻ കിതാബ് തുറക്കലൊന്നുമില്ല. എന്നാലും പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് ഷിഹാബുദ്ദീനാണ് നേടിക്കൊണ്ടിരുന്നത്. അത്രയ്ക്കും നല്ല ബുദ്ധിശക്തിയുള്ള, നല്ല ചിന്തകനായ, നല്ല ഓർമ്മശക്തിയുള്ള പ്രഗത്ഭനായ പണ്ഡിതനാണ് ഷിഹാബുദ്ദീൻ ദാരിമി. ഷിഹാബുദ്ദീൻ ദാരിമിൻ്റെ മരണം വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്നതാണ്. സുബ്ഹി നിസ്കാരത്തിന് വരിക, എന്നിട്ട് വുളു എടുത്ത് ബാങ്ക് കൊടുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ബാങ്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നാട്ടുകാർ പള്ളിയിൽ വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. സങ്കടപ്പെട്ടു. ഷിഹാബുദ്ദീനെ കുറിച്ച് അടുത്തറിയുന്നവർ പറയുന്നുണ്ട്, ഒരു മൗലൂദിൻ്റെ വീട്ടിലോ അല്ല മൗലീദ് അതുപോലെ എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഉസ്താദിനെ വിളിച്ചു കൊണ്ടുപോകുമല്ലോ. പോകുന്ന സമയത്ത് ചില വീട്ടിലേക്ക് സ്ത്രീകൾ സംസാരിക്കും, സ്നേഹം കൊണ്ടാണ്. കാരണം അവർ മക്കളെപ്പോലെയോ അല്ലെങ്കിൽ ജ്യേഷ്ഠനെ പോലെ അനുജനൊക്കെ പോലെ ഇങ്ങനെ കണ്ട്. ആ സമയത്ത് പോലും ഷിഹാബുദ്ദീൻ തല കുണിച്ചുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ചോദിക്കുമെന്നല്ലാതെ ഒരിക്കലും അവരുടെ മുഖത്ത് നോക്കലോ ഒന്നും. അത്രക്കും തഖ്വയിലും എല്ലാ വിഷയത്തിലും ഷിഹാബുദ്ദീൻ വലിയ അഗ്രഗണ്യനായിരുന്നു. എന്ത് കാര്യത്തെക്കുറിച്ച് ദീർഘമായി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും എല്ലാ വിഷയത്തിനും കഴിവുള്ള ഒരാളായിരുന്നു. പെട്ടെന്നാണ് ബാങ്ക് കൊടുക്കാൻ പോകുമ്പോൾ കുഴഞ്ഞു വീഴുന്നു, മരണപ്പെട്ടു പോകുന്നു. വളരെ ദുഃഖകരമായ കാഴ്ച എന്ന് പറയുന്നത് ഷിഹാബുദ്ദീൻ്റെ മരണം എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നതാണ്. ആരും കൊതിച്ചു പോകും. ഓതെടുത്ത് കലിമ ചൊല്ലി മരിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അള്ളാഹുവിൻ്റെ തൗഫീക്ക് കിട്ടണം. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അള്ളാഹു നമ്മേവരെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ആ പൊന്നു ഭാര്യയാക്ക്, കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഷിഹാബുദ്ദീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഷിഹാബുദ്ദീൻ ഇപ്പോൾ ഈ ഷിഹാബുദ്ദീൻ ദാരിമി ഉസ്താദിൻ്റെ മരണ വാർത്ത വല്ലാത്ത സങ്കടപ്പെടുത്തിയത് നമ്മുടെ ഒരു കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നമ്മുടെ ദാരിമ്യങ്ങൾ ഒന്നിച്ച് പഠിച്ച ദാരിമ്യങ്ങളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഷിഹാബുദ്ദീൻ്റെ ഫോട്ടോ അയച്ചു, അത്ഭുതപ്പെടുത്തി. ഷിഹാബുദ്ദീൻ മരണപ്പെട്ട് ഇന്ന് ഷിഹാബുദ്ദീൻ്റെ 40ാമത്തെ ആണ്ട് എന്ന് 14ാമത്തെ ആണ്ട് എന്നായിരുന്നു ആ ഷിഹാബുദ്ദീൻ ഉസ്താദിൻ്റെ ആ ഫോട്ടോയുടെ താഴെ എഴുതിയിരുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയതും സങ്കടപ്പെടുത്തിയത് ഈ 14 വർഷം ഒരു സെക്കൻഡ് കൊണ്ട് നീങ്ങിപ്പോയി എന്നുള്ളതാണ്. കാരണം നാം അറിയാതെ തന്നെ ഈ 14 വർഷം നമ്മെ നീങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഷിഹാബുദ്ദീൻ മരണപ്പെട്ട് 14 വർഷമായി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ വല്ലാണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പൊറുത്തു കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഭാര്യ മക്കൾക്ക് ഇത് താങ്ങാനും സഹിക്കാനും ക്ഷമിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 14 വർഷത്തിന് മുമ്പുള്ള ആ സുഹൃത്ത് ബന്ധം അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ നമ്മൾ ഇവിടെ പറഞ്ഞു പോവുകയാണ്. അല്ലാഹു എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടിയുള്ള മരണം, അതുപോലെ നല്ലൊരു ജീവിതം അല്ലാഹു നൽകട്ടെ. അല്ലാഹു നരകത്തെ തൊട്ട് നമ്മയും
എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവെ, നമ്മുടെ പൊന്നു സുഹൃത്ത് ഷിഹാബ് നിന്നിലേക്ക് യാത്രയായിരിക്കുകയാണ് റഹ്മാനെ. അള്ളാഹു ഇതിൻ്റെ പ്രത്യേകമായ കാരുണ്യം ഷിഹാബുദ്ദീനുണ്ടാകണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഖൈറും സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.